ഹലോ ഫ്രണ്ട്സ്, കിഷാനു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ഇന്നത്തെ വീഡിയോ വണ്ടിക്ക് പെയിൻ്റ് അടിക്കുന്നതാണേ. നമ്മളെ വണ്ടീൻ്റെ ബ്രേക്കാണേ. അപ്പോൾ നമ്മളെല്ലാവരും കൂടിയിട്ട് വണ്ടിക്ക് പെയിൻ്റ് അടിക്കാമെന്ന് വിചാരിച്ച്. എന്നിട്ടിതാ ഏട്ടെ പുട്ടിയിടലാന്ന്. പുട്ടിയെല്ലാം ഇട്ടിട്ട് അതിനു മുമ്പ് അവിടെ കുറച്ച് വെൽഡിങ് എല്ലാം ചെയ്തിനേനും കേട്ടോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഫിനിഷാക്കാൻ വേണ്ടിയിട്ട് പുട്ടിയിടലാന്നേ. പെയിൻറ്റിങ്ങിനെ പറ്റി നമുക്ക് വലിയ പിടുത്തൊന്നും ഇല്ല കേട്ടോ. അപ്പം ആ പെയിൻറ്റ് ഇപ്രാവശ്യം വീട്ടിൽ നിന്ന് അടിച്ചാലോ, നിങ്ങളും ഉണ്ടാവില്ലേ കൂട്ടിനെന്ന് ഏട്ടൻ ചോദിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഓക്കെ റെഡി, നമ്മളൊന്നിച്ച് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങിയതാന്നേ. പെയിൻറ്റ് കട്ടയങ്ങാറ്റം ഉണ്ടാകുന്ന ഇളക്കി നോക്കലാന്ന് കേട്ടോ. ചിലപ്പോൾ അടിയിൽ എന്തെങ്കിലും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കട്ടയങ്ങാറ്റം. അപ്പോൾ അതൊന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചിട്ട് അന്ന് പെയിൻറ്റ് മിക്സ് ആക്കും കേട്ടോ. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്തൊരു കാര്യമായാലും അറിയില്ല എന്ന് പറഞ്ഞിട്ട് മാറി നിന്നാൽ പിന്നെ അത് അറിയാത്തത് തന്നെയാണല്ലേ. അതല്ല, അതൊന്ന് ചെയ്ത് നോക്കാം, പറ്റുമെന്ന് ചെയ്ത് നോക്കിയാലല്ലേ അറിയുമെന്ന് വിചാരിച്ച് അതിലേക്ക് ഇറങ്ങി ചെന്നാൽ മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റൂ. അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് കേട്ടോ ഇതിലേക്ക്. നോക്കാം നമുക്ക് എന്താവും എന്ന്. അങ്ങനെ നമ്മൾ പെയിൻ്റെല്ലാം എടുത്ത് മിക്സ് ആക്കുന്നുണ്ട് കേട്ടോ, ടിന്നറെല്ലാം വെച്ചിട്ട്. പെയിൻ്റ് അങ്ങനെ തന്നെ എടുത്ത് അടിക്കുമല്ല കേട്ടോ ചെയ്യാം. അതിൻ്റെ അകത്ത് ടിന്നർ വെച്ചിട്ട് നേർപ്പിച്ചിട്ടാണ് അടിക്കുക. അങ്ങനെ ടിന്നറെല്ലാം വെച്ച് നേർപ്പിച്ചിട്ട് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് കേട്ടോ. ഇനി അത് ഗണ്ണിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് അരിക്കണം. ഇതായിരിക്കുന്നതാണ് കാണുന്നത്. തുണി വെച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് അരിച്ചൊഴിക്കുക ചെയ്യാം കേട്ടോ. അല്ല, എൻ്റെ കപ്പ് കളഞ്ഞല്ലേ? കപ്പ് ആവശ്യമുണ്ട്. കപ്പിലേക്ക് നടക്കില്ല. ബോട്ടിൽ വിട്ടാൽ മതി. ബോട്ടിൽ വേഗം നിറച്ച് പോകണം. ഞാൻ മറന്നാണ് പറ്റും. കപ്പ് വേറെ കൊഞ്ചരാപ്പം സാറല്ല വണ്ടി ബ്രേക്ക് എടുത്താൽ ഇത് കപ്പ് കൊഞ്ചരാം. കിച്ചൂട്ട സ്കൂൾ വിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരാളായാലോ വേഗം പോയി ചോറ് നിൽക്കുക. കിച്ചൂട്ടൻ ഭക്ഷണമെല്ലാം കഴിച്ച് വന്നിട്ട് ഇതാ ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നോക്കലാന്ന് അടിച്ചിട്ടേ. ആവുന്നെല്ലാം ഉണ്ടേ. അല്ല, ഇതെന്നാ മഞ്ഞേൻ്റെ അടുത്ത് വെള്ള അടിക്കുന്നത്? മഞ്ഞ ഒഴിവാക്കി ഇനി വെള്ള ഇപ്രാവശ്യം വെള്ളമായിരുന്നു. പെയിന്റില്ല. ഇതിൻ്റെ അസുഖം ഉണ്ടാവാ നോക്കാം. ഒരു വെറൈറ്റി ബാക്കിലത്തെ മഞ്ഞ പെയിന്റ് ഒഴിവാക്കിയിട്ട് വെള്ള അടിക്കലാന്ന് കേട്ടോ ആടെ മൊത്തം. ഇനി മുമ്പിൽ വശത്ത് കുറച്ച് ഭാഗം മാത്രമേ മഞ്ഞ പെയിന്റ് ഉണ്ടാവും. പ്ലാറ്റ്ഫോം ഉണ്ടോ, ആ പ്ലാറ്റ്ഫോമിൽ വെച്ച് ഞാൻ അടിക്കേണ്ടതാണ് കേട്ടോ. സീറ്റെല്ലാം മൊത്തം അയച്ചിട്ടിട്ടുള്ളേ. ഇവിടെയെല്ലാം ഇനി പെയിന്റ് അടിച്ച് വൃത്തിയാക്കണം. അത്ര മൊത്തം അഴിച്ച് പറിച്ചിട്ടിട്ടുണ്ട്. ചില്ലറ പണിയൊന്നും അല്ല കേട്ടോ, മൊത്തം അടിച്ച് തീരുമ്പോഴത്തേക്ക്. പ്ലാറ്റ്ഫോമിൽ ഗണ്ണ് വെച്ചിട്ടല്ല കേട്ടോ അടിക്കുക, ബ്രഷ് വെച്ചിട്ടാന്നേ. ഇത് ആടെ അടിക്കലാന്നേ. ചെയ്ത് ശീലമില്ലാത്ത പണിയായതുകൊണ്ട് നല്ല ഇതുണ്ട്, പോരായ്മയുണ്ടെന്തല്ലോ. എന്നാലും അങ്ങ് ചെയ്യലെന്നെ. നമ്മൾ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ, പിറകോട്ടില്ല. അങ്ങനെയല്ലേ ഓരോന്ന് പഠിക്കുക അല്ലേ. ചാനൂട്ട ഉറക്കായതുകൊണ്ടാണ് കേട്ടോ നമുക്കിങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഓൻ അതും ഇതെല്ലാം വലിക്കാനും അതിലോട്ടെല്ലാം ഓടാനെല്ലാം നിന്നിട്ട് ഒന്നും ചെയ്യാൻ വിടില്ല. ഓനെ നോക്കിയിട്ട് തന്നെ ഒരാൾ നിൽക്കണം കേട്ടോ. ഉറക്കായതുകൊണ്ട് നമുക്ക് മൂന്നാക്കും ഓരോ പണി ചെയ്യുന്നതിന് കുഴപ്പമില്ല. നമ്മളങ്ങനെ പെയിന്റ് അടിച്ചു പഠിച്ചേട്ടാ.
ഇനി നമുക്ക് പെയിന്റ് അടിക്കാൻ പോവാം. ഇതിന്റെ മുകൾ ഭാഗത്ത് ഈ വെള്ള പെയിന്റ് എല്ലാം അടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇതിന്റെ അടിഭാഗത്ത് കറുപ്പ് പെയിന്റ് അടിക്കാൻ കേട്ടോ. കറുപ്പ് പെയിന്റ് ഇതാ പ്രശ്നമായിട്ട് മിക്സ് ആക്കുന്നുണ്ടേ. ടയറിനും പിന്നെ ഇതിന്റെ അടിഭാഗത്തും എല്ലാം അടിക്കാനുണ്ടേ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഡീസൽ ടാങ്ക്, ബാറ്ററി, അതിനെല്ലാം അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കറുപ്പ് പെയിന്റ് മിക്സ് ആക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്ക് ചാനോട്ടിന് എണീച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അവൻ്റെ ഒച്ച കേൾക്കുന്നില്ലേ? കോലം നോക്കറ ഗൈസ്, ഒരു പെയിന്റ് അടിക്കാരൻ്റെ കോലം. കൈ നോക്കൂ ഗൈസ്, കൈയെല്ലാം ഫുൾ പോയിട്ടുള്ളത്. ഈ ബ്ലാക്ക് പെയിന്റ് ഇങ്ങനെ അടിക്കുന്നതാണ് നല്ല രസമില്ലേ? വെള്ള പെയിന്റ് ഒന്നും അതിൻ്റെ അകത്തേക്ക് വന്ന് വീഴുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ടായില്ല അല്ലേ? ഇത് ബ്ലാക്ക് മാറി മാറി വരുന്നത് നല്ല രസമില്ലേ കാണേ? പെണ്ണ് കാണാൻ വരുമ്പോൾ നമ്മൾ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി നിൽക്കൂലേ? അതുപോലെ വണ്ടീനെ മേക്കപ്പ് എല്ലാം ചെയ്തിട്ട് നല്ല സുന്ദരിയാക്കിയിട്ട് ഒരുക്കലാന്നേ. അത് കഴിഞ്ഞിട്ട് ഫിറ്റ്നസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം. അവിടുന്ന് ആർട്ടിയോനെ ഇഷ്ടപ്പെട്ടാൽ കല്യാണം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ വീണ്ടും ഒരുക്കേണ്ടി വരും കേട്ടോ. നോക്കാം നമുക്ക് നമ്മളെ ആർട്ടിയോന് നമ്മളെ വണ്ടി ഇഷ്ടപ്പെടുവോ ഇല്ലയോ നോക്കാം. ഇത് അടിയിലെല്ലാം പെയിന്റ് അടിക്കലാന്ന്. അടിയിൽ തുരുമ്പ് ആവുന്നതായിട്ട് അപ്പോക്സി എന്ന് പറഞ്ഞിട്ടൊരു സാധനം അടിക്കുന്നുണ്ട് കേട്ടോ. ടയറിന്റെ ഡിസ്കിന് അടിക്കുന്നുണ്ട് സിൽവർ പെയിന്റ്. നല്ല രസമില്ലേ ടയറിന് പെയിന്റ് എല്ലാം വന്ന് നോക്കുമ്പോൾ? പുതിയ ടയർ പോലെയായി. പെയിന്റ് എല്ലാം അടിച്ച് കഴിയുമ്പോൾ രാത്രി ആയിന് കേട്ടോ. 2 ദിവസത്തെ പണിയാന്നേ. 2 ദിവസം രാത്രി വരെ പണിയെടുത്തിട്ടാണ് വണ്ടി പെയിന്റ് അടിച്ച് തീർത്തത്. അങ്ങനെ നമ്മളെ വണ്ടീൻ്റെ പെയിന്റ് അടിയെല്ലാം കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടുണ്ട് കേട്ടോ. കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി നാളെ പോയിട്ട് ബ്രേക്ക് എടുക്കണം. ഫ്രഷായിട്ട് റെഡി ആയിട്ട് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കലാട്ടോ. പോക്കാന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.